വരവേൽപ്പാണ് ആരാധകർ അവിടെ ഒരുക്കിയിട്ടുള്ളത്. കപ്പുമായി അർജന്റീന ടീം നഗരം ചുറ്റും അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ എയർപോർട്ടിൽ അവരെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിന് ശേഷം കപ്പുമായി അർജന്റീന ടീം ബ്യൂണസ് ഐറസിൽ ചുറ്റും കൂറ്റൻ വരവേൽപ്പാണ് ആരാധകർ അവർക്കായി അവിടെ ഒരുക്കിയിട്ടുള്ളത്. ലോകകപ്പ് കിരീടം നേടിയ ശേഷം മെസ്സിയും സംഘവും ഇന്ന് അർജന്റീനയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ബ്യൂണസ് ഐറസിൽ പതിനായിരങ്ങളാണ് ആ ടീമിനെ കാത്തിരിക്കുന്നത്. ആരാധകർ വലിയ ആവേശത്തിലാണ്. വലിയ വരവേൽപ്പാണ് ടീം അംഗങ്ങൾക്ക് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്താണ് അർജന്റീന ഫൈനലിൽ കിരീടം ചൂടിയത്. 36 വർഷത്തിന് ശേഷമാണ് അർജന്റീന ലോകകപ്പ് ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ടീം അംഗങ്ങളുമായുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ ബ്യൂണസ് ഐറസിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം സംഘം അവിടെ ബ്യൂണസ് ഐറസിൽ വലിയ ആഘോഷത്തിലേക്ക് എത്തുകയും ചെയ്യും. ആരാധകർ വലിയ വരവേൽപ്പാണ് ടീം അംഗങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലൈറ്റ് ബ്യൂണസ് ഐറസിൽ എത്തിയിരിക്കുകയും dale campeón, nosotros escuchamos ahí que pone Brian el día de ahora el único que se levantó es el gol piloto, pura emoción, la bandera argentina que flamea desde la ventanilla del piloto del avión, el abrió especialmente para hacer flamear la bandera ahora de pilotos que se levantan. ലോകകപ്പ് കിരീടവുമായി മെസ്സിയും ടീമും അർജന്റീനയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. ടീം ഇപ്പോൾ ബ്യൂണസ് ഐറസിൽ എത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ടീം അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. വലിയ വരവേൽപ്പാണ് ആരാധകരും രാജ്യവും ടീമിനായി അവിടെ ഒരുക്കിയിട്ടുള്ളത്. 36 വർഷങ്ങൾക്ക് ശേഷമാണ് അർജന്റീന ലോകകപ്പ് കിരീടം നേടിയത്. ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം നേടിയത്. കഴിഞ്ഞ ദിവസം കിരീട നേട്ടം ആഘോഷിക്കാൻ വലിയ രീതിയിലുള്ള ആഘോഷമാണ് രാജ്യത്തെങ്ങും കണ്ടത്. വലിയ ആൾക്കൂട്ടമാണ് ബ്യൂണസ് ഐറസിൽ കഴിഞ്ഞ ദിവസം തടിച്ചുകൂടിയിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ടീം അംഗങ്ങൾ രാജ്യത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. വലിയ വരവേൽപ്പ് രാജ്യവും ആരാധകരും അവർക്കായി ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് അവർ പുറത്തേക്കിറങ്ങും. അതിനുശേഷം ബ്യൂണസ് ഐറസിൽ അവർ കപ്പുമായി അവിടെ വലം വയ്ക്കും. ടീം അംഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. പ്രസിഡന്റിന്റെയും ഈ ക്ഷണം, ഈ നിർദ്ദേശം തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 86-ൽ ഡിയേഗോ മാറഡോണയും സംഘവും വിജയശ്രീലാളിതരായി ലോകകപ്പുമായി ബ്യൂണസ് ഐറസിൽ ഇറങ്ങിയപ്പോൾ അവർ നേരെ പോയത് പ്രസിഡന്റിന്റെ വസതിയിലേക്കായിരുന്നു. കാസ റൊസാഡ എന്ന് പറയുന്ന വസതിയിൽ അവരുടെ പ്രസിഡന്റിന്റെ ഓഫീസാണ് ഈ കാസ റൊസാഡ. അതിന്റെ ബാൽക്കണിയിൽ ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്തു. ഇത്തവണ അങ്ങനെയൊരു പബ്ലിക് റിലേഷൻസ് ജോലിക്ക് തങ്ങളില്ല എന്ന് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിക്കുകയും അതിന് പകരം ജനമഹാസാഗരം ഒബലിസ്ക് എന്ന് പറയുന്ന നഗരമധ്യത്തിലെ ആ പ്രതിമയ്ക്ക് താഴെ ഇവരുടെ ഓരോ കളിയും ആവേശത്തോടുകൂടി ടീമിനെ നാട്ടിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒത്തുകൂടിയ ഒബലിസ്കിലേക്ക് പോകാനാണ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെയും ടീമിന്റെയും തീരുമാനം. ഏതായാലും ഈ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. തുറന്ന ബസ്സിൽ നഗരത്തിലെമ്പാടും നഗരം ചുറ്റി ഇതിനകം തന്നെ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. അവരുടെ നഗരത്തിൽ വസിക്കുന്നവർ ദയവായി വാഹനമെടുത്ത് പുറത്തു പോകരുത്. ബസ് എവിടെയും നിർത്തില്ല. വാഹനങ്ങൾ കടത്തി വിടില്ല. അതുകൊണ്ട് നഗരവാസികൾ അവരുടെ വസതിക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ നടന്നു ചെന്ന് നിന്ന് ഈ ബസ്, ഈ വിജയ ഘോഷയാത്ര കാണണം എന്നാണ് സർക്കാരിന്റെയും പോലീസിന്റെയും അറിയിപ്പ്. 3300ഓളം അധിക സേനയെ സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അർജന്റീനിയൻ വാർത്താ ഏജൻസി ടെലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഫെഡറൽ പോലീസും സിറ്റി പോലീസും ബ്യൂണസ് ഐറിസ് നഗരത്തിലെ പോലീസും എയർപോർട്ട് സെക്യൂരിറ്റി പോലീസും എല്ലാം രംഗത്തുണ്ട്. ഏതായാലും രാജ്യം ആഘോഷ ലഹരിയിലാണ്. ചൊവ്വാഴ്ച പുലർച്ചെ ബ്യൂണസ് ഐറിസിൽ ഇറങ്ങിയ അർജന്റീനിയൻ ടീമിനെയും ലിയണൽ മെസ്സിയെയും സ്വീകരിക്കാനായി വൻ ജനസാഗരമാണ്. ബോയ്സ് ടുനൈറ്റ് ഐ വിൽ ഗെറ്റ് ഡ്രങ്ക് എന്നാണ് ഇവരുടെ അനൌദ്യോഗിക
ആൻതം അല്ലെങ്കിൽ ഫുട്ബോൾ ഗാനത്തിന്റെ അർത്ഥം ഇന്ന് ഞാൻ മതോന്മത്തനാകും കുട്ടികളെ എന്ന് പറയുന്ന മുച്ചാച്ചോസ് എസ്താനോഷെ മി എംബോറാഷോ ബോയ്സ് ടുനൈറ്റ് ഐ വിൽ ഗെറ്റ് ഡ്രങ്ക് എന്ന ഗാനം ആലപിച്ച് ജനമഹാസാഗരം ജനങ്ങൾ 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിലേക്ക് എത്തുന്ന ലോകകപ്പിനെയും അത് നേടിയെത്തിയ വീരനായകനെയും മറഡോണയ്ക്ക് ശേഷം അവർക്കൊരു ഇതിഹാസം, ഒരു ഫുട്ബോൾ ദൈവത്തിനെ കിട്ടിയിരിക്കുകയാണ്. കോപ്പ അമേരിക്കയും ക്ലബ് കിരീടങ്ങളും അടക്കം ഒട്ടേറെ കിരീടങ്ങൾ എത്തിപ്പിടിച്ചു, ഒട്ടേറെ വിജയങ്ങൾ കൈപ്പിടിയിലാക്കിയെങ്കിലും അകന്നകന്നു പോയിരുന്ന ലോകകപ്പ് എന്ന ഫിഫ ലോകകപ്പ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് ഒരു പക്ഷേ ആവേശം മുറ്റിനിന്ന അവസാന നിമിഷം വരെ ജയസാധ്യത ആർക്ക് എന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ആവേശകരമായ ഒരു മത്സരത്തിനൊടുവിൽ മെസ്സിയുടെയും അതുപോലെ തന്നെ ഡിമാരിയയുടെയും ഗോൾ കീപ്പർ എമിലിയോ മാർട്ടിനസിന്റെയും ചിറകിലേറി വിജയശ്രീലാളിതരായ വെന്നിക്കൊടി പാലിച്ച് ലോകകപ്പ് കിരീടവുമായി ബ്യൂണസ് ഐറിസിൽ ഇറങ്ങിയ അർജന്റീനിയൻ ടീമിന് വീരോചിത സ്വീകരണം ആണ് നൽകിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വന്ന് തുറന്ന ബസ്സിലൂടെ ബ്യൂണസ് ഐറിസിൽ നഗരം ചുറ്റുകയാണ് ഇപ്പോൾ മെസ്സിയും കൂട്ടുകാരും. രഞ്ജിനി, എഡിറ്റർ പ്രദീപ് പിള്ളയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 36 വർഷം പ്രദീപ്, എന്തായാലും ചെറിയൊരു കാത്തിരിപ്പല്ല. മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ച ലോകകപ്പാണ്. അതിൽ കിരീടത്തിനപ്പുറം അവരെ സംബന്ധിച്ച് ഒന്നും സാധ്യമായിരുന്നില്ല. അങ്ങനെ ആ കിരീടം ചൂടി മെസ്സിയുടെ രാജ്യത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജനമഹാസാഗരമാണ് ടീമിനെ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിജയ ടീമിനെ കാണാൻ ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ടീം എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ ജനമഹാസാഗരമാണ് ബ്യൂണസ് ഐറിസിൽ നമ്മൾ കണ്ടത്. വലിയ ആൾക്കൂട്ടത്തെ ആ ദൃശ്യങ്ങൾ തന്നെ വലിയ ആവേശവും ആഘോഷവും നൽകുന്നതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും 36 വർഷത്തിന് ശേഷം എത്തിയ ഒരു കിരീടമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങളൊന്നും ഉടനെ അവസാനിക്കില്ല. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം തന്നെയായിരിക്കുമല്ലേ അവിടെ നിന്ന് നമുക്ക് ഇനിയും കാണാൻ സാധിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്നലെ രാത്രി കേരളത്തിലെ നിലമ്പൂരിൽ റോഡ് നിറഞ്ഞ് ബാൻഡ് മേളവുമായി മെസ്സിയുടെ കട്ടൗട്ടുകളുമായി നീങ്ങുന്ന ജനമഹാസാഗരത്തെ നമ്മൾ കണ്ടു. അപ്പോൾ അർജന്റീനയുടെ കാര്യം പറയാനുണ്ടോ? ഫുട്ബോൾ ആണ് മതം, ഫുട്ബോൾ താരങ്ങളാണ് ദൈവങ്ങൾ, ഫുട്ബോളിനപ്പുറം ഒന്നുമില്ല. ഒരുപാട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അവരെ ഒന്നിപ്പിച്ചു നിർത്തുന്നത്, ഒരു രാജ്യത്തിനാകെ ഉത്തേജനം നൽകുന്നത് ഫുട്ബോൾ എന്ന വലിയ വലിയ വികാരമാണ്. അതിന്റെ പുതിയ ദൈവമായി പിന്നിൽ അദൃശ്യനായി എന്ന പോലെ മറഡോണയുടെ ദൃശ്യങ്ങളും, മുന്നിൽ പുതിയ ഇതിഹാസം, പുതിയ വീരനായകൻ, പുതിയ ദൈവം ലിയോണൽ മെസ്സി. നായകൻ മാത്രമല്ല, ഗോളടി വീരൻ മാത്രമല്ല, ഗോൾ അവസരങ്ങൾ ഒരുക്കുന്നതിൽ ഒന്നാമത്, ഗോൾ അസിസ്റ്റിൽ മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നതിൽ ഒന്നാമൻ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ടീമിനെ ഒന്നാകെ ആ ചെറിയ തോളിലേറ്റി നടന്നു വരുന്ന കുറിയ മനുഷ്യൻ ഇന്ന് ദൈവമാണ് അർജന്റീനക്കാർക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞ് സമ്മാനദാന വേളയിൽ കണ്ട കാഴ്ചയാണ് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സമ്മാനം വാങ്ങി നടന്നു നീങ്ങിയ മെസ്സി. അതിനും അപ്പുറത്തേക്ക് ഇനി നിമിഷങ്ങൾക്കപ്പുറം തന്റെ കയ്യിലേക്ക് എത്തേണ്ട ആ ലോകകപ്പിൽ മുത്തമിട്ട് തഴുകി തലോടി താലോലിച്ച് നടന്നു പോകുന്ന കാഴ്ച ചിരിയും കൗതുകവും ഒരുപക്ഷെ ആരാധകരിൽ കണ്ണീരും സൃഷ്ടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തുമാത്രം പ്രധാനമായിരുന്നു മെസ്സിയെ സംബന്ധിച്ച്, അർജന്റീനൻ ടീമിനെ സംബന്ധിച്ച് ഈ കിരീടം എന്നുള്ളത്. മെസ്സിയെ സംബന്ധിച്ച് ആ കിട്ടിയ ഗോൾഡൻ ബോളോ, ഒരൊറ്റ ഗോളിന് വഴുതിപ്പോയ ഗോൾഡൻ ബൂട്ടോ. കാര്യം മുഴുവൻ സമയ ഗോളുകളിൽ 7 ഗോള് മെസ്സിയും 8 ഗോള് എംബപ്പെ നേടിയപ്പോൾ മെസ്സിക്ക് നഷ്ടപ്പെട്ടത് ഗോൾഡൻ ബൂട്ടാണ്. ഒരുപോലെ തുല്യത പാലിച്ചിരുന്നുവെങ്കിൽ, നേടിയ ഗോളുകളുടെ എണ്ണത്തിൽ തുല്യത പാലിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ ഗോൾ അസിസ്റ്റ് എന്ന മെച്ചത്തിൽ ഒരുപക്ഷെ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ടും സ്വന്തമാകുമായിരുന്നു. എന്നാൽ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും ഒക്കെ അപ്രസക്തമാകുന്ന ഒരു മെസ്സിയെ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് കണ്ട മെസ്സിയെ സംബന്ധിച്ച് ഒരൊറ്റ സമ്മാനം മാത്രം മതിയായിരുന്നു, ഫിഫ ലോകകപ്പ്. നമുക്കറിയാം ഫിഫ ലോകകപ്പിന്റെ ആ സ്വർണ്ണ കപ്പ് അവിടം വിട്ട് എവിടേക്കും പോകത്തില്ല. അത് ഖത്തറിൽ നിന്ന് തിരികെ ഫിഫ ആസ്ഥാനത്തേക്കായിരിക്കും പോവുക. അതിന്റെ ഒരു റെപ്ലിക്ക, ഒരു പ്രതിരൂപം എന്ന് പറയാവുന്ന ട്രോഫിയാണ് നാട്ടിലേക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ലോക ചാമ്പ്യൻ പട്ടം തന്നെയാണ്.
36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവിടേക്ക് ഇറങ്ങുന്ന അവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത് ഞായറാഴ്ച രാത്രി ഒരുപക്ഷെ കളിക്ക് മുമ്പേ തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ പൊതു വീഥികളിൽ തടിച്ചുകൂടി കളി ആസ്വദിച്ച് ഒടുവിൽ വിജയലഹരിയിൽ ആറാടി നഗരങ്ങളിലൊക്കെ വീഥികളിലൊക്കെ നിറഞ്ഞ് ഒഴുകിയ ജനമഹാസാഗരം ഇന്ന് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. തങ്ങളുടെ ചാമ്പ്യൻ പട ലിയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനിയൻ ഫുട്ബോൾ ടീം ബ്യൂണസ് ഐറിസിലെ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി ചുവന്ന പർവ്വതാനയിലൂടെ നടന്ന് സർക്കാരിന്റെ ക്ഷണം നിരസിച്ച് സർക്കാരിന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഓഫീസിലേക്ക് എത്തി അവിടെ ബാൽക്കണിയിൽ പ്രസിഡന്റിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനുള്ള ആ ക്ഷണം നിരസിച്ച് പകരം തങ്ങൾക്ക് എന്നും ഉത്തേജനം നൽകുന്ന ആവേശത്തോടെ ആർത്തു വിളിക്കുന്ന തങ്ങളെ ദൈവങ്ങളായി കാണുന്ന ജനങ്ങൾക്കിടയിലേക്ക് ആരാധകർക്കിടയിലേക്ക് തുറന്ന ബസ്സിലൂടെ അവർ നീങ്ങുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒബലിസ്കിലേക്ക് പോകാനാണ് അവർ താല്പര്യപ്പെട്ടത്. സർക്കാരിന്റെ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് അല്ല, ജനങ്ങൾക്കിടയിലേക്ക്. ചാമ്പ്യൻസ് ഡെൽ മുണ്ടോ, ലോക ചാമ്പ്യന്മാർ, വേൾഡ് ചാമ്പ്യൻസ് എന്ന് ചുറ്റിനും രേഖപ്പെടുത്തിയ തുറന്ന ബസ്സിൽ ജനസാഗരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മണ്ണ് വാരിയിട്ടാൽ പൂഴി വാരിയിട്ടാൽ നിലം തൊടാത്ത അത്രയ്ക്ക് നിബിഡമായ ജനക്കൂട്ടത്തിനിടയിലൂടെ അവരുടെ ആവേശം സ്വീകരിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് ബ്യൂണസ് ഐറിസിൽ നിന്ന് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ക്രീനിൽ. രഞ്ജിനി പറഞ്ഞ പോലെ തന്നെ ഇന്ന് പകലോ ഇന്ന് രാത്രിയോ അവസാനിക്കാൻ പോകുന്നില്ല. ദിവസങ്ങളോളം എടുക്കും അവർ ക്ഷീണിച്ച് ഈ വിജയ ലഹരിയിൽ ഒരു പക്ഷേ മയങ്ങി വീഴാനായി. അതുവരെ ഈ ആഘോഷം തുടരും. രഞ്ജിനി, എങ്ങനെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാമോ അതുപോലെ എന്നെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളായി മാറുകയാണ്. നമ്മൾ മലയാളികൾ പറയില്ലേ, മണ്ണ് നുള്ളി ഇടാൻ സ്ഥലം ഇല്ല എന്ന് പറയും പോലെ അർജന്റീനിയൻ തെരുവുകൾ മാറുന്ന കാഴ്ചയാണ്. ഇവിടെ മറഡോണ നേടിയ ലോകകപ്പ് വിജയം അത് എങ്ങനെ ആഘോഷിച്ചു എന്നത് നമുക്ക് ഇതുപോലെ കാണാനുള്ള അവസരമുണ്ടായിരുന്നില്ല. അന്ന് കളർ ടിവിയിൽ കാണാൻ കഴിഞ്ഞില്ല, LED യിൽ കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പല ട്രോളുകളും നമ്മൾ കണ്ടു. അന്ന് എങ്ങനെ അർജന്റീനക്കാർ ഈ കപ്പ് ആഘോഷിച്ചു, ഈ നേട്ടം ആഘോഷിച്ചു എന്ന് അറിയില്ല. ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്തതും കണ്ടതുമായ അനുഭവം പ്രദീപ് പിള്ളയ്ക്കുണ്ടാകും. എങ്ങനെയാണ് അതിനെയും ഇതിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു വ്യത്യാസവുമില്ല. സാങ്കേതിക വിദ്യ വളർന്നു, ടെലിവിഷൻ സംപ്രേഷണം വളർന്നു. അന്ന് ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞാണ് നമ്മൾ ആഘോഷത്തിന്റെ കാഴ്ചകൾ കണ്ടതെങ്കിൽ ഒരു വ്യത്യാസവുമില്ല. ആകെയുള്ള ഇതുപോലെ തന്നെയുള്ള ജനമഹാസാഗരം. ഇത്രയും നിറപ്പകിട്ടില്ല. TV ചാനലുകൾക്ക് പലയിടത്തും ഈ കളർ സംപ്രേഷണമില്ല. പക്ഷേ ജനക്കൂട്ടവും ആവേശവും ആരാധനയും ഒക്കെ ഇതുപോലെ തന്നെയായിരുന്നു 1986 കാഴ്ചകൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ഇന്ന് ഈ നാട്ടിലും കേരളം മുതൽ അങ്ങ് ബ്യൂണസ് ഐറിസ് വരെ ആഘോഷിക്കുന്ന റൊസാരിയോയിൽ മെസ്സിയുടെ ജന്മനാട്ടിൽ ആഘോഷിക്കുന്ന ജനങ്ങൾ അന്ന് അതിൽ നല്ലൊരു ശതമാനം പേർ അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതും നാം ഓർക്കണം. പക്ഷേ കാഴ്ചകൾക്ക് ഒരു വ്യത്യാസവുമില്ല. നിറപ്പകിട്ട് കൂടിയിട്ടുണ്ടാവും. വാട്സാപ്പിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഇന്റർനെറ്റ് സൗകര്യം വഴിയും ടെലിവിഷൻ സംപ്രേഷണത്തിലൂടെയും നിമിഷങ്ങൾ കൊണ്ടല്ല തത്സമയം തന്നെ അവർ അവിടെ പറന്നിറങ്ങുന്ന കാഴ്ച, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന കാഴ്ച, ചുവന്ന പരവതാനിയിലൂടെ തുറന്ന ബസ്സിലേക്ക് നിർത്തി ഇഞ്ചിഞ്ചായിട്ടാണ് ആ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെയുള്ള വ്യത്യാസം ഡിയാഗോ മാറഡോണയുടെ നേതൃത്വത്തിലുള്ള ടീമും അന്നത്തെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനും സർക്കാരിന്റെയും പ്രസിഡന്റിന്റെയും ക്ഷണം സ്വീകരിച്ച് വിമാനത്താവളത്തിൽ നിന്ന് നേരെ പോയത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഓഫീസിലേക്കായിരുന്നു. ഓഫീസിന്റെ ബാൽക്കണിയിൽ നിന്ന് ചിത്രത്തിന്, ഫോട്ടോയ്ക്ക്, വിഷ്വൽസിന് ഒക്കെ പോസ്റ്റ് ചെയ്ത ശേഷമാണ് ഈ ടീം പോയത്. പക്ഷേ കാസ റൊസാദ എന്ന് പറയുന്ന അർജന്റീനിയൻ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് പോകാനുള്ള ക്ഷണം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിച്ചില്ല. പകരം ടീമിനെയും വീരനായകനെയും പടയാളികളെയും ആയി ആ ബസ്സിൽ കയറി നേരെ ജനമഹാസാഗരം കൂടി നിൽക്കുന്ന ഒബലിസ്കിലേക്ക് പോകാനാണ് ഫുട്ബോൾ അസോസിയേഷനും ടീം മാനേജ്മെന്റും തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമാവും ഒരു പക്ഷേ വ്യത്യാസം. അന്നുണ്ടായിരുന്ന ജനങ്ങളിൽ പലരും, ആരാധകരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഇന്ന് ആഘോഷിക്കുന്നവരിൽ പലരും അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല. ഇത്രയൊക്കെയുള്ളൂ വ്യത്യാസം. ആ ആഘോഷം
ആ ആവേശം അത് തുടരുക തന്നെയാണ്. രേണുക, തീർച്ചയായും ബ്യൂണസ് ഐറിസ് നീലയിൽ മുങ്ങിയിരിക്കുകയാണ്. വലിയ ആഘോഷത്തിൽ വൻ വരവേൽപ്പ് തങ്ങളുടെ ടീമംഗങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാണ്. ലോക കിരീടവുമായി വിശ്വ കിരീടവുമായി എത്തിയ ടീമംഗങ്ങൾക്ക് മെസ്സിക്കും സംഘത്തിനും ഒരുക്കിയിരിക്കുകയാണ് അർജന്റീനക്കാർ. ആഘോഷങ്ങൾ തുടരും. വലിയ വലിയ സ്വീകരണങ്ങളിലേക്ക് ആണ് ഇനി അർജന്റീനൻ ടീം നീങ്ങുക. എന്തായാലും വലിയ സുന്ദര നിമിഷങ്ങൾ തന്നെയാണ്. ലോകകപ്പിന് പിന്നാലെ വിശ്വകിരീടവുമായി അർജന്റീനയിലെത്തുന്ന താരങ്ങൾക്ക് ലഭിക്കുന്ന ഈ സ്വീകരണ ചടങ്ങുകളും അങ്ങനെ വലിയ ദൃശ്യങ്ങളായി മാറുകയാണ്, ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്.